السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأمين وآل كل والصحابة أجمعين، أما بعد. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إن من أزواجكم وأولادكم عدوا لكم فاحذروهم. صدق الله المولان العظيم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ, മറ്റു അറിവിന്റെ പുലരിയിലേക്ക് എന്ന വാട്സപ്പ് ഗ്രൂപ്പിലെ ബഹുമാനപ്പെട്ട സാദാത്യങ്ങളെ, പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അൽഹംദുലില്ലാ ആഴ്ചതോറും നടത്തി വരാനുള്ള മജ്ലിസിലാണ് നമ്മൾ ഉള്ളത്. എല്ലാ തിങ്കളാഴ്ചയും അള്ളാഹുവിൻ്റെ ഇൽമ് പറയുകയും കേൾക്കുകയും ചെയ്യുന്ന മജ്ലിസിലാണ് നമ്മളുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കാനും അള്ളാഹു നമുക്ക് ഇങ്ങനത്തെ മജ്ലിസുകളൊക്കെ കാരണമാക്കി തരുമാറാകട്ടെ. ചെയ്തുപോയ തെറ്റുകളും കുറ്റങ്ങളും മോശത്തരങ്ങളും ദോഷത്തരങ്ങളും അള്ളാഹു തആല നമ്മിൽ നിന്ന് മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മമാര്, ഉപ്പമാര്, വലിയുപ്പാര്, വലിയമാര്, കൂട്ടുകുടുംബങ്ങള്, എല്ലാരെ പാപങ്ങൾ അള്ളാഹു തആല പുറത്ത് തരുമാറാകട്ടെ. ഖബറുകൾ അള്ളാഹു തആല വിശാലമാക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ഇപ്പോൾ നമുക്കറിയാം, മധ്യവേനൽ അവധി കഴിഞ്ഞ് വീണ്ടും സ്കൂളുകൾ തുറന്നതോടെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ സ്കൂൾ ക്യാമ്പസുകളിലേക്ക് പോയി തുടങ്ങിയിരിക്കുകയാണ്. പുത്തൻ ഉടുപ്പുകളും പുതിയ പുസ്തകങ്ങളും മാത്രമല്ല, ഒട്ടേറെ സ്വപ്നങ്ങളും മനസ്സിൽ പേറിയാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് കടന്നു ചെല്ലുന്നത്. ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിലെ ഏറ്റവും വലിയ സ്വപ്നം അഥവാ വലിയ സ്വപ്നമാകേണ്ട സംഗതി ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസമാണ്. കാരണം നല്ല വിദ്യാഭ്യാസം നല്ല തലമുറയെ സൃഷ്ടിക്കും. നല്ല പോഷകമൂല്യമുള്ള ഭക്ഷണം നല്ല ആരോഗ്യത്തെ സൃഷ്ടിക്കും പോലെ ഒരു ചിന്തകൻ പറഞ്ഞത്, ഒരു നാട്ടിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുറന്നാൽ അവിടെ ജയിൽ തുറക്കേണ്ടി വരില്ല എന്നാണ്. അതായത് അറിവ് കുറ്റകൃത്യങ്ങളിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കും എന്നാണ് അതിൻ്റെ സാരം. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് കരുതലോടുകൂടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. കാരണം സമുദായത്തെ സാമ്പത്തികമായി, സാമൂഹികമായി, രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്താനും പാർശ്വവൽക്കരിക്കാനുമുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. ഈ പ്രതിസന്ധിയെ മറികടക്കാൻ മക്കൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം നൽകിയേ മതിയാകും. കാരണം വിദ്യാഭ്യാസം ഒരു കെട്ടിടത്തിൻ്റെ അടിത്തറ പോലെയാണ്. അടിത്തറ ഭദ്രമായാലേ അതിൻ്റെ മുകളിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന് നിലനിൽപ്പുള്ളൂ. അല്ലാത്ത പക്ഷം കെട്ടിടം തകർന്നു വീഴും. അതുപോലെയാണ് വിദ്യാഭ്യാസം. ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ ഉയർന്ന ജോലിയും തൊഴിലും ലഭിക്കുകയുള്ളൂ. അപ്പോഴാണ് നല്ല വരുമാനവും നല്ല ജീവിതവും ഉണ്ടാകുന്നത്.
അതുകൊണ്ട് തന്നെ മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകി ശ്രദ്ധാപൂർവം അവരെ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ഉണ്ടാകേണ്ടതുണ്ട്. അത് ദീനിയായ നിലക്കുള്ള വളർച്ചയാണ്. രണ്ടും വേണം. മഹാനരായ താഴ്വ മുസ്ലിയാര് പാടിവെച്ചു, ഭൗതിക വിദ്യ വാഹനം കൊള്ളാണടോ, ആത്മീയ വിദ്യ ആണതിന്റെ ബ്രേക്കടോ. ഒന്ന് ഭൗതിക പരിഹാരമാണ്, മറ്റൊന്ന് ആത്മീയ പരിഹാരമാണ്. ബൈക്കിന്റെ ടയർ പോലെ രണ്ടും അനിവാര്യമാണ്. അല്ലാഹു തആല പറയുന്നുണ്ട്, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. ഇൽമുള്ള ആളുകൾ അല്ലാഹു തആല പ്രത്യേകമായി ഉയർത്തുകയും ചെയ്യുന്ന സംഭവം നമുക്കറിയാം. മഹാനരായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് അയച്ച ഒരു കത്തിനെ കുറിച്ച് നാം നന്നായി ആലോചിക്കണം. അന്ന ഉമർ റളിയല്ലാഹു അൻഹു كتب إلى الشام أن علموا أولادكم سباحة والرمي والفروسية. മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഷാമിലേക്ക് അയച്ച കത്തിന്റെ സാരം, മക്കളെ നീന്തൽ പഠിപ്പിക്കണം, അമ്പെയ്ത്തും കുതിര സവാരിയും പഠിപ്പിക്കണം. മദീനയിൽ ഏത് കാലമാണെന്ന് നാം മനസ്സിലാക്കണം. മദീനയിൽ കടൽ, കായൽ, പുഴ, കനാൽ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യം. എന്നിട്ടും നീന്തൽ പഠിപ്പിക്കാൻ പറഞ്ഞു. അതെന്തിനാണ് അങ്ങനെ പറഞ്ഞത്? ഏത് സാഹചര്യത്തെയും നേരിടാൻ വിശ്വാസിക്ക് കഴിയണം എന്നർത്ഥം. അതുകൊണ്ട് ഇക്കാലത്തെ മറികടക്കാൻ ആവശ്യമായത് ഇന്ന് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതില്ലാതെ പോയാൽ നമുക്കറിയാം വടക്കേന്ത്യയുടെ അവസ്ഥ എന്താണ്. അവിടെ വിദ്യാഭ്യാസമില്ല, തൊഴിലില്ല, ജീവിത നിലവാരമില്ല, ശക്തിയില്ല, അതിജയിക്കാനുള്ള വഴി അറിയില്ല, മതിയായ രേഖകളില്ല, വോട്ടില്ല, അവസാനം അവർക്ക് പൗരത്വവുമില്ല. ചുരുക്കത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് വലിയ പുരോഗതി ആവശ്യമാണ്. എന്നാൽ മക്കളെ സ്കൂളിലേക്ക് അയക്കുന്ന രക്ഷകർത്താക്കൾ അതോടൊപ്പം നിതാന്തമായ ജാഗ്രത പുലർത്തേണ്ട ചില സാഹചര്യങ്ങൾ ആ രംഗത്ത് നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായും ഇന്ന് ലഹരി മാഫിയയുടെ വലിയ മാഫിയകൾ സ്കൂൾ, കോളേജുകൾ, ക്യാമ്പസുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നു. മക്കൾ ചീത്ത കൂട്ടുകെട്ടുകളിൽ മക്കൾ വീണുപോകാം. പലരും ലഹരിക്ക് അടിമകളായി ഭാവി നഷ്ടപ്പെടുത്തുന്നു. അതുകൊണ്ട് മക്കളെ കുറിച്ച് കൃത്യമായ ശ്രദ്ധയുണ്ടാകണം. അത് ഫർള് ഐനാണ്. അധ്യാപകരുമായി നിരന്തരം നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. മക്കളെ നമ്മൾ നിരീക്ഷിക്കണം. പഠനകാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ അവരുടെ സ്വഭാവ രീതികളും ശ്രദ്ധിക്കണം. കുറെ വഴക്ക് പറയലല്ല പരിഹാരം, തെറ്റിന് അവസരം ഉണ്ടാക്കാതിരിക്കലാണ് ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കലാണ് നാം വേണ്ടത്. മഹാനരായ സയ്യിദുനാ അബൂ ദുജാന റളിയല്ലാഹു അൻഹു, നമുക്കറിയാം അവിടുത്തെ ജീവിത ചരിത്രം നാം പഠിക്കേണ്ടതുണ്ട്. മഹാനരായ അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹു എല്ലാ ദിവസവും സുബഹ് നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ വീട്ടിലേക്ക് പെട്ടെന്ന് പോകും. നമുക്കറിയാം മഹാനരായ അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ജൂതന്റെ ഈത്തപ്പനയിൽ നിന്ന് വീഴുന്ന പഴങ്ങൾ തന്റെ കൊച്ചുമക്കൾ അറിയാതെ അത് തിന്നുപോകുമോ എന്ന് വിചാരിച്ച് നിസ്കരിക്കുന്ന സമയം വരെ അത് ശ്രദ്ധിച്ച് നിസ്കാരങ്ങൾക്ക് പോയാൽ ഉടനെ വീട്ടിലേക്ക് വന്ന് അദ്ദേഹത്തിന്റെ മരത്തിൽ നിന്ന് വീഴുന്ന ഈത്തപ്പഴം തന്റെ ജൂതന്റെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുമായിരുന്നു. അതായത് ഹറാമായ ഭക്ഷണം നമ്മുടെ മക്കൾക്ക് നമ്മൾ ഭക്ഷിപ്പിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്, നാമും ഭക്ഷിക്കരുത്.
അങ്ങനത്തെ ഒരു ജോലിയിലോ കൂട്ടുകെട്ടിലോ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിന് വിപരീതമായി രക്ഷിതാക്കൾ മക്കളെ കൈയൊഴിച്ച് വിട്ടാൽ അത് വലിയ അപകടത്തിന് കാരണമായേക്കാം. ശ്രദ്ധ മരിക്കുന്നിടത്ത് അപകടം ജനിക്കുന്നതാണ്. നമ്മുടെ ശ്രദ്ധ നമ്മുടെ മക്കളിൽ നിന്ന് എന്നാണോ പോകുന്നത്, അവിടെയാണ് പ്രത്യേകമായി അപകടങ്ങൾ ഉണ്ടാവുക. എന്നൊരു ചൊല്ലുണ്ടല്ലോ. ഇത് ഡ്രൈവിങ്ങിൽ മാത്രമല്ല, നാം വണ്ടി ഓടിക്കുമ്പോൾ, വാഹനം ഓടിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ വിട്ടാൽ പിന്നെ അടുത്തത് അത് അപകടത്തിലേക്ക് എത്തുകയാണ്. എല്ലാ രംഗത്തും സംഭവിക്കാം. മഹാനരായ സയ്യിദുന ഇമാമുന ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വലതുക റൈഹാനതുക തശുമ്മുഹാ സബ്അ വഖാദിമുക സബ്അ സുമ്മ ഹുവ അദുവുക ഔ ശരീകുക. നാം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത്, 14 കഴിഞ്ഞാൽ, കൗമാരത്തിലെത്തിക്കഴിഞ്ഞാൽ അവർ ശത്രുവാകും, അല്ലെങ്കിൽ നന്മയിൽ പങ്കാളികളാകും. നമുക്കറിയാം, ശാസ്ത്രലോകം പറയുന്നത് 9 വയസ്സ് മുതൽ 14 വയസ്സ് വരെ പ്രത്യേകമായി മക്കളെ ശ്രദ്ധിക്കേണ്ട കാലമാണ്. അവരോടൊപ്പം നമ്മളൊരു അവരെ കൂട്ടുകാരായി ജീവിച്ച് അവരെ എല്ലാ കാര്യത്തിലും നാം പങ്കാളികളായി ജീവിക്കുമ്പോൾ, അതുപോലെ തന്നെ പ്രത്യേകമായി ദീനിന്റെ കാര്യം മക്കളെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അവര് സ്വഭാവം നമുക്ക് നന്നായി കിട്ടും. അല്ലാഹു പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജിക്കും വ ഔലാദിക്കും അദുവ്വൻ ലക്കും ഫഹ്ദുറൂഹും. നിങ്ങളെ ഭാര്യമാരും നിങ്ങളെ മക്കളും നിങ്ങൾ ശത്രുക്കളാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് ഫഹ്ദുറൂഹും നിങ്ങൾ അവരെന്താക്കണം, സൂക്ഷിക്കണം എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതായിട്ട് കാണാം. അതുകൊണ്ട് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്, മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങളെ മക്കൾ പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടവരാണ്. അവർ കാരണമായി സ്വർഗവും അവർ കാരണമായി നരകവും കിട്ടാൻ കാരണമാകും. പ്രത്യേകിച്ച് ഇന്നിന്റെ സാഹചര്യം നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഖാല മുജാഹിദ് റളിയല്ലാഹു അൻഹു, മഹാനായ ഇബ്നു കസീർ തങ്ങൾ പറയുന്നു, യഹ്മിലു റജുല അലാ ഖതിഅത്തി റഹ്മി ഔ മഅസിയത്തി റബ്ബി ഫലാ യസ്തതിഉ അർ-റജുലു മഅ ഹുബ്ബിഹി ഇല്ലാ അൻ യുഅതിയ. മറ്റൊരു കാര്യം നമുക്ക് പറയാനുള്ളത്, സ്കൂൾ പഠനത്തോടൊപ്പം മദ്രസ വിദ്യാഭ്യാസത്തെ ബാധിക്കാത്ത രൂപത്തിലായിരിക്കണം സ്കൂൾ പഠനം നാം ശ്രദ്ധിക്കേണ്ടത്. ഇന്ന് നമുക്കറിയാം, സ്കൂൾ തുറന്ന സമയത്ത് മദ്രസയിൽ പോകാൻ തീരെ മക്കൾക്ക് സമയമില്ല. അതിന് വഴിയൊരുക്കുന്ന കൃത്യമായി രക്ഷിതാക്കളാണ്. അവരാണ് ഇതിന്റെ ഉത്തരവാദികള്. മദ്രസ ടൈം കഴിഞ്ഞ് സ്കൂൾ തുടങ്ങുന്ന സംവിധാനത്തിലേക്ക് മക്കളെ നമ്മൾ നയിക്കുമ്പോൾ ഇന്ന് നമ്മൾ മക്കളെ പേരിൽ അഭിമാനിക്കുകയാണ്. കാരണം നമ്മുടെ നാട്ടിലെ മദ്രസകളൊന്നും പറ്റില്ല, ഏതോ നമ്മുടെ നാട്ടിലെ സ്കൂളുകളൊന്നും പറ്റില്ല, ഏതോ നാട്ടിലെ സ്കൂളുകളിൽ മക്കളെ പഠിപ്പിച്ച് മദ്രസ തീരെ ഇല്ലാതെയാക്കുന്ന SSLCയുടെയും പ്ലസ് വണ്ണിന്റെയും പ്ലസ് ടുവിന്റെയും പോകട്ടെ, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷന്റെ പേര് പറഞ്ഞ് മദ്രസ നഷ്ടപ്പെടുത്തുന്ന ഒരു കാലം, ഉമ്മമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, തീർത്തും ആ വിഷയത്തിൽ നമ്മൾ പിൽക്കാലത്ത് ദുഃഖിക്കേണ്ടി വരും. ഇതിലെല്ലാം നല്ല തലമുറയെ വാർത്തെടുക്കുന്നതിൽ മദ്രസ വിദ്യാഭ്യാസത്തിന് വലിയ പങ്കുണ്ട്. ഒരു മനുഷ്യൻ നന്നാവുന്നതിൽ ഏറ്റവും വലിയ പങ്ക് മദ്രസ വിദ്യാഭ്യാസത്തിനാണ്. അതിന് കോട്ടം തട്ടാത്ത വിദ്യാഭ്യാസം നൽകാൻ ശ്രദ്ധിക്കണം. അല്ലാത്ത പക്ഷം ധാർമ്മിക ബോധമില്ലാത്ത ഒരു തലമുറ വളർന്നു വരും. അത് അപകടമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങൾ നാം നെടുമങ്ങാട് താലൂക്കിൽ 1.5 വയസ്സുള്ള കുട്ടിയെ ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയ സംഭവം. വ്യക്തിയെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു, അത് നാം കണ്ടതാണ്. മുമ്പ് അയാൾ തൻ്റെ ഭാര്യയുടെ തല ഭിത്തിയിൽ ഇടിച്ച് 13 മാസമായി ആ സ്ത്രീ കോമയിലായിരുന്നു. ഇന്നും അവർക്ക് ഓർമ്മ തിരിച്ച് കിട്ടിയിട്ടില്ല എന്നാണ് വാർത്താ മീഡിയ നമ്മെ പറയുന്നത്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രയാസം, പ്രധാനപ്പെട്ട ഒരു കുറവ്, മദ്രസ കാണാതെയായിരുന്നു അയാൾ വളർന്നത് എന്ന് സത്യം. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരന്മാരെ, രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾക്ക് ദീനിയായ അറിവ് പഠിപ്പിക്കുമ്പോൾ നമ്മുടെ മക്കൾ അദബും അറിവുമുള്ളവരായി മാറും.
അഥവാ സ്വഭാവം നല്ല സ്വഭാവമുള്ളവരായി മാറും. അള്ളാഹിന്റെ ദീന് പഠിപ്പിക്കണം. ആ ദീന് പഠിപ്പിക്കുന്നതിന് കോട്ടമുള്ള ഭൗതികപരമായ വിദ്യാഭ്യാസം നൽകുമ്പോഴാണ് നമ്മുടെ മക്കൾ കേടുവന്നു പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും, പ്രത്യേകിച്ച് സ്കൂൾ തുറന്നിട്ടേ ഉള്ളൂ, ഈ സമയത്ത് പ്രത്യേകമായി മക്കളുടെ മതപരമായ അറിവിന് കോട്ടം സംഭവിക്കുന്ന ഒരു കുറവും ആ മതപരമായ അറിവ് ഇല്ലാതിരിക്കാൻ കാരണമാകുന്ന ഒരു ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പിന്നാലെ രക്ഷിതാക്കൾ പോകരുത്. ആ ഭൗതിക വിദ്യാഭ്യാസത്തെ നമുക്ക് നിലനിർത്തലോടുകൂടെ ആത്മീയ വിദ്യാഭ്യാസമാണ് പ്രാധാന്യമുള്ളത് എന്ന് മനസ്സിലാക്കി ഭൗതിക വിദ്യാഭ്യാസം മരണത്തോടു കൂടെ നിൽക്കുകയാണ്. പക്ഷേ ആത്മീയ വിദ്യാഭ്യാസം മനുഷ്യന്റെ മരണത്തോടു കൂടെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഫലങ്ങൾ നമുക്ക് ലഭിക്കാൻ കഴിയുക. ദുനിയാവിൽ ഉമ്മയെയും ബാപ്പയെയും തിരിച്ചറിയാൻ, ഭാര്യ സന്താനങ്ങളെ തിരിച്ചറിയാൻ, കൂട്ടുകുടുംബത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ മക്കൾക്ക് ഭൗതികപരമായ അറിവ് കൊണ്ട് കാര്യമില്ല. ആത്മീയപരമായ അറിവ് കൊണ്ട് മാത്രമേ കാര്യമുള്ളൂ. മനുഷ്യന്റെ വില മനസ്സിലാക്കാനും കുടുംബത്തിന്റെ വില മനസ്സിലാക്കാനും സമയത്തിൻ്റെയും സമ്പത്തിൻ്റെയും എല്ലാത്തിൻ്റെയും വില മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധമാക്കപ്പെട്ട ദീന് മക്കളെ കൊണ്ട് പഠിപ്പിക്കണം. ഒരു വേള നാം ചിന്തിക്കുക, നാം മരിച്ചു കഴിഞ്ഞാൽ ആ മക്കളെ കൊണ്ട് നമുക്ക് ഉപകാരം കിട്ടണമെങ്കിൽ, നിസ്കാരമുള്ള മക്കളാവണമെങ്കിൽ, നോമ്പ് നോൽക്കുന്ന മക്കളാവണമെങ്കിൽ, നല്ല സ്വഭാവം നല്ല മക്കളാകണമെങ്കിൽ ദീന് മക്കളെ കൊണ്ട് പഠിപ്പിക്കണം. ആ ഒരു രൂപത്തിലേക്ക് ഭൗതിക വിദ്യാഭ്യാസത്തെ നാം ശരിപ്പെടുത്തിക്കൊണ്ട് അതിന് സൗകര്യമുള്ള ഒരു ഭൗതിക വിദ്യാഭ്യാസം നേടാൻ, ആത്മീയ വിദ്യാഭ്യാസം ഒരിക്കലും നഷ്ടപ്പെടാത്ത കോലത്തിലായി അതിനെ ശ്രദ്ധിക്കുക. ആ രൂപത്തിലാക്കി നമ്മളെ മക്കളെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ പ്രിയപ്പെട്ട ഉമ്മമാരും രക്ഷിതാക്കളും സഹോദരന്മാരും സഹോദരിമാരൊക്കെ ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മളെ മക്കളെയൊക്കെ സ്വാലിഹ്യങ്ങളാക്കി തെരുമാറാകട്ടെ. എല്ലാ ശൈത്താന്മാരെ കെണി വലയിൽ നിന്നും അള്ളാഹു മക്കളെ പ്രത്യേകമായി കാക്കുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഖബറിലും മഹ്ശറിലും ഉപകാരമുള്ള നല്ല മക്കളായി അള്ളാഹു നമ്മളെ മക്കളെ മാറ്റുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.